എല്ലാവർക്കും PSC സഹായിലോട്ട് സ്വാഗതം. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സംഭവങ്ങളും നടന്ന വർഷങ്ങളും. ഇപ്പോൾ PSC ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചേരുംപടി ചേർക്കുക, കാലക്രമേണ എഴുതുക എന്നിങ്ങനെയാണ്. നിങ്ങൾക്കിത് എന്തായാലും നഷ്ടമാവില്ല. തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിരിക്കുക. ഓക്കെ, ഇതിന് എന്തായാലും മാർക്ക് ഉറപ്പാണ്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. 1917 തളിക്ഷേത്ര പ്രക്ഷോഭം. 1917 തളിക്ഷേത്ര പ്രക്ഷോഭം. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം. എങ്ങനെയാണ്? പൗരസമത്വവാദ പ്രക്ഷോഭം. ഏത് വർഷമാണ്? 1919. 1919 തന്നെ വേറെയും സംഭവങ്ങളുണ്ടല്ലേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അത് വർഷം കൂടെ നോക്കിക്കോണേ. 1919 ഏപ്രിൽ 13 ഓക്കെ, 1919 ഏപ്രിൽ 13. 1921 മലബാർ കലാപം. 1921 മലബാർ കലാപം. ഇതിനെക്കുറിച്ച് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കലാപമാണ്. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു പോന്ന ഒന്നാണ് മാപ്പിള കലാപം എന്ന് വെച്ചാൽ മലബാർ കലാപം. മലബാർ ലഹള, ഖിലാഫത്ത് സമരം, മാപ്പിള ലഹള എന്നെല്ലാം അറിയപ്പെടുന്ന കലാപമാണ് മലബാർ കലാപം. എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? മാപ്പിള കലാപം, മലബാർ ലഹള, ഖിലാഫത്ത് സമരം, മാപ്പിള ലഹള എന്നെല്ലാം അറിയപ്പെടുന്ന കലാപമാണ് മലബാർ കലാപം. 1921 ഓഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി വരെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണിത്. അങ്ങനെയാണ് 1921 ഓഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി വരെ മലബാറിലെ ഈ പ്രദേശങ്ങൾ ഓർത്തു വെച്ചോണം. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണ് ഇത്, മലബാർ കലാപം. ഓക്കെ, നെക്സ്റ്റ് 1921 തന്നെയുള്ള തൃശ്ശൂർ ലഹള. 1921 തൃശ്ശൂർ ലഹള. രാജഗോപാലാചാരിക്കെതിരെ നടന്ന തൃശ്ശൂർ ലഹള 1921. 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ഇതിനെക്കുറിച്ച് PSC കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. എല്ലാ PSC ക്വസ്റ്റ്യനിലും സ്ഥിരം വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കിതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ഈ അറിയാത്തവർക്കായിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാം. 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടു നിന്ന അയിത്തത്തിനെതിരായ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം. എങ്ങനെയാണ്? 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടു നിന്ന അയിത്തത്തിനെതിരായ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം. ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. എങ്ങനെയാണ്? ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. എങ്ങനെയാണ്? ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. ഈ സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖരുടെ പിന്തുണയുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു പോകുന്നില്ല. ഈ മുഖ്യമായിട്ടുള്ള മലബാർ കലാപവും വൈക്കം സത്യാഗ്രഹം അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ് സവർണ ജാഥ. അത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന ജാഥയാണ്. മന്നത്ത് പത്മനാഭ പിള്ളയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ സവർണ ഹിന്ദു ജാഥയാണ് സവർണ ജാഥ. അത് 1924 കേട്ടോ, 1924. നെക്സ്റ്റ് 1925 കൽപ്പാത്തി ലഹള. 1925 എന്ത് ലഹളയാണ്? കൽപ്പാത്തി ലഹള.
1926 ശുചീന്ദ്രം സത്യാഗ്രഹം. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1932 നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. നമുക്ക് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. മൊത്തം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് നോക്കാം. ജാതി മത ഭേദമില്ലാതെ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചുകൊണ്ടു മഹാരാജ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം? ജാതി മത ഭേദമില്ലാതെ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചുകൊണ്ട് മഹാരാജ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഈ വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ തൻ്റെ 25ാം ജന്മദിനത്തിലാണ്, അതായത് 1936 നവംബർ 12 പുറപ്പെടുവിച്ചത് കേട്ടോ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ കാരണമായത് മഹാരാജാവ് സർ CP രാമസ്വാമി അയ്യർ ചെലുത്തിയ പ്രേരണയാണ്. ഓക്കെ, സർ CP രാമസ്വാമി അയ്യർ ചെലുത്തിയ പ്രേരണയാണ്. തിരുവിതാംകൂറിലും പിന്നീട് കേരളമൊക്കെയും സാമൂഹിക സാംസ്കാരിക പുരോഗതിക്ക് വഴിതെളിച്ച അതിപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഈ വിളംബരം മാറി. എന്തിനാണ്? തിരുവിതാംകൂറിലും പിന്നീട് കേരളമാകെയും സാമൂഹിക സാംസ്കാരിക പുരോഗതിക്ക് വഴിതെളിയിച്ച ഒരു അതിപ്രധാനമായൊരു നാഴികക്കല്ലായി ഈ വിളംബരം മാറി. കേരളത്തിൻ്റെയും ആധുനിക തിരുവിതാംകൂറിൻ്റെയും മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ്. അത് PSC പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. പല ക്വസ്റ്റ്യൻസ് നമ്മളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതുമാത്രമല്ല, ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് ഗാന്ധിജി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. എന്താണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതിൽ നിന്ന് തന്നെ ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ്. ഏത് വർഷമാണെന്നറിയാമോ ഗാന്ധിജി കേരളത്തിൽ വന്നത്? 1937 ജനുവരി 12 കേട്ടോ. 1937 ജനുവരി 12 ഗാന്ധിജി 5 വട്ടമാണ് കേരളത്തിൽ വന്നേക്കുന്നത്. അവസാനമായിട്ട് വന്നതാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചാണ് അവസാനമായി ഗാന്ധിജി കേരളത്തിലെത്തിയത്. അത് വർഷം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. 1937 ഗാന്ധിജി വന്നേക്കുന്നത്. അതുപോലെ തന്നെ 1936 തിരുവിതാംകൂറിൽ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരിയാണ് കേട്ടോ. എന്താണ്? 1936 തിരുവിതാംകൂറിൽ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരിയാണ്. അതുപോലെ തന്നെ ഈ വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപിള്ളയാണ്. ഈ വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപിള്ളയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച വ്യക്തി TK മാധവനാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് TK മാധവനാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. 1936 വിദ്യുത് ശക്തി പ്രക്ഷോഭം. 1936 വിദ്യുത് ശക്തി പ്രക്ഷോഭം. 1938 കല്ലറ പാങ്ങോട് സമരം. 1938 കല്ലറ പാങ്ങോട് സമരം.
1940 മൊറാഴ സമരം എന്നാണ് കേട്ടോ. 1940 മൊറാഴ സമരം. 1941 കയ്യൂർ സമരം. 1941 കയ്യൂർ സമരം. 1942 കീഴരിയൂർ ബോംബ് കേസ്. 1942 കീഴരിയൂർ ബോംബ് കേസ്. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, ഇനിയും വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ. 1946 പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം. 1946 തോൽവിറക് സമരം. 1946 തന്നെ തോൽവിറക് സമരവും പല്ലുപറി സമരവും ഉള്ളത്. ഓക്കെ, ഇതൊക്കെ വർഷങ്ങളൊന്നും അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ തന്നെ 1946 ഡിസംബർ 20 കരിവെള്ളൂർ സമരം. 1946 ഡിസംബർ 20 കരിവെള്ളൂർ സമരം. അടുത്തത് 1947 വിളക്കൊയ്ത്ത് സമരം. 1947 വിളക്കൊയ്ത്ത് സമരം. PSC എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, വർഷങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കാം എന്നറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. 1947 കലംകെട്ട് സമരം. 1947 കലംകെട്ട് സമരം. അതുപോലെ തന്നെ 1947 ഐക്യ കേരള പ്രസ്ഥാനം വന്നത്. 1947 ഐക്യ കേരള പ്രസ്ഥാനം. 1947-48 പാലിയം സത്യാഗ്രഹം. 1947-48 പാലിയം സത്യാഗ്രഹം. 1949 കാവുമ്പായി സമരം. 1949 കാവുമ്പായി സമരം. 1957 ഒരണ സമരം. 1957 ഒരണ സമരം. അതുപോലെ തന്നെ 1959 ജൂൺ 12 വിമോചന സമരം. 1959 ജൂൺ 12 വിമോചന സമരം. വിമോചന സമരം എന്താണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ. കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മന്ത്രിസഭയ്ക്കെതിരായി 1950 ആരംഭിച്ച രാഷ്ട്രീയ പ്രക്ഷോഭമാണ് വിമോചന സമരം. ആദ്യത്തെ മന്ത്രിസഭ ആരായിരുന്നു? EMS ആയിരുന്നു. അതൊക്കെ അറിയാമല്ലോ അല്ലേ. അതുപോലെ തന്നെ ഈ വർഷങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. PSC സ്ഥിരമായിട്ട് ചോദിക്കണം, ചിലപ്പം കാലക്രമേണ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. ചാന്നാർ ലഹള 1859. ചാന്നാർ ലഹള 1859. അഞ്ചുതെങ്ങ് കലാപം 1697. അഞ്ചുതെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപം 1721. കുളച്ചിൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. കുളച്ചിൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. കുണ്ടറ വിളംബരം 1809. ഇതെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും. കുണ്ടറ വിളംബരം 1809. കുറിച്യർ കലാപം 1812. കുറിച്യർ കലാപം 1812. മലയാളി മെമ്മോറിയൽ 1891. മലയാളി മെമ്മോറിയൽ 1891. പുലയ ലഹള 1915. പുലയ ലഹള 1915. പെരിനാട് ലഹളയും 1915 തന്നെയാണ് കേട്ടോ. പെരിനാട് ലഹള 1915. ശ്രീമൂലം പ്രഭാസഭ സ്ഥാപിച്ചത് 1904. ശ്രീമൂലം പ്രഭാസഭ സ്ഥാപിച്ചത് 1904. നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിസ്സഹകരണ പ്രസ്ഥാനം 1920. ചൗരി ചൗര സംഭവം 1922. ചൗരി ചൗര സംഭവം ഇതൊക്കെ ആർക്കും അറിയാത്തതായിട്ടില്ല, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ. ചൗരി ചൗര സംഭവം 1922. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഓക്കെ. ഇനിയും വേറെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.